കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിലെ ചൂടുള്ള ചർച്ചാ വിഷയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് കൈമാറ്റം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ മാഗ്നം കൺസോർഷ്യത്തിൽ നിന്നും പുതിയൊരു കൺസോർഷ്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഇനീഷ്യൽ പേപ്പർ വർക്കുകൾ സൈൻ ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ടേം ഷീറ്റിന്റെ സൈനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ടേം ഷീറ്റ് സൈൻ ചെയ്ത് എന്നതുകൊണ്ട് മാത്രം ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഓണേഴ്സ് ആയിട്ടുള്ള മാഗ്നം കൺസോർഷ്യത്തിന് ചില ലീഗൽ ഒബ്ലിഗേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാതെ ഓണർഷിപ്പ് കൈമാറ്റം നടക്കില്ല. ഇത്തരത്തിൽ ഒരു കരാർ പൂർണ്ണാർത്ഥത്തിൽ നിലവിൽ വരണമെങ്കിൽ അതിന് സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമുണ്ട്. അത് അത്ര വേഗത്തിൽ നടക്കുന്നതല്ലാത്തത് കൊണ്ടാണ് 8-9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടേം ഷീറ്റിൻ്റെ വാലിഡിറ്റി പീരീഡിൽ കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കരാർ പൂർണ്ണാർത്ഥത്തിൽ വരാൻ കാലതാമസമുള്ളത് കൊണ്ട് തന്നെ അവർ ട്രാൻസ്ഫർ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ്. വിദേശ താരങ്ങളുടെ സൈനിങ്ങിന്റെ കാര്യത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണ്ട എന്നാണ് തീരുമാനം. കാരണം ഒക്ടോബർ പകുതിയോടുകൂടി മാത്രമേ സീസണിലെ പ്രധാന സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ സമയം ആകുമ്പോഴേക്കും നിലവിൽ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഫ്രീ ഏജന്റായിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനാണ് നിലവിലെ മാനേജ്മെന്റിന് താല്പര്യമെന്നാണ് അറിയുന്നത്. അതേസമയം ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇപ്പോഴേ നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ഇൻഫ്ലേറ്റഡ് ആണ്. പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി കുറവുള്ള ഒരു പൂളാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ്. അതുകൊണ്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ സൈനിങ്ങിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇനിയും താമസമുണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡുമായിട്ട് പുതിയ മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരു വെർബൽ എഗ്രിമെന്റിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഓണർഷിപ്പ് കൈമാറ്റത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഒരു പെർമനന്റ് കോൺട്രാക്ട് അവിടെ സൈൻ ചെയ്യപ്പെടുകയുള്ളൂ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മാനേജ്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യത്തിൽ ചില നടപടിക്രമങ്ങളായിട്ടുണ്ട്. 8-9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടേം ഷീറ്റ് എഗ്രിമെന്റിന്റെ പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണാർത്ഥത്തിൽ ഒരു കൈമാറ്റം ഇതുവരെയും ആയിട്ടില്ല. ഇതിൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പുതിയ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പുതിയ ഇൻവെസ്റ്റേഴ്സുമായിട്ട് നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ടേം ഷീറ്റ് നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ലീഗൽ നടപടിക്രമങ്ങളും അപ്രൂവലും ഇനിയും ബാക്കിയുണ്ട്. ഫൈനൽ എഗ്രിമെന്റ് കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പിൽ കൈമാറ്റം നടക്കുകയുള്ളൂ. ഇതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയുന്ന ഒരു സമ്മറി അല്ലെങ്കിൽ മോസ്റ്റ് പ്രിസൈസ്ഡ് ഫോം ഓഫ് ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ഇതുവരെ നടന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ചുരുക്കാനോ വിശദീകരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്.